ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമുക്കിന്ന് കരയ്ക്ക് കിട്ടിയേക്കുന്നത് തിലോപ്പിയാണ് കേട്ടോ. 1 കിലോ തിലോപ്പിയ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്ത് മേടിച്ചിട്ടാണ് വന്നത്. കട്ട് ചെയ്ത് മീൻസ് വെട്ടി വൃത്തിയാക്കി മേടിച്ചിട്ടാണ് വന്നത്. ഇനി നമുക്ക് കറിക്കുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. അതായത് ഇതുപോലെ. ഇപ്പോൾ നമ്മൾ തിലോപ്പിയ കറിയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ തിലോപ്പിയ ഇതുപോലെ നമ്മൾ വെട്ടി മേടിച്ചിട്ടുണ്ടാകും വന്നത്. ഇതിനെ നമുക്ക് കറിക്കായിട്ടുള്ള കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലകൾ റെഡിയാക്കാം. അപ്പോൾ നമ്മൾ 2 തക്കാളി, ഒരു 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള ചെറുതിനെ അരിഞ്ഞത്, ആവശ്യത്തിന് ഇഞ്ചി, ആവശ്യത്തിന് വെളുത്തുള്ളി എല്ലാം കൂടെ ഇതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചേക്കുന്നതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി അതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ ഫ്രഷ് ചില്ലി ഇട്ട് കൊടുക്കാം. ഫ്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ തക്കാളി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിടുക. ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടേക്കുന്നത്. നമ്മൾ കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തക്കാളിയും കുറച്ച് മാങ്ങയും കൂടെയാണ് ഇടുന്നത്. അപ്പം നേരത്തെ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ചത് ഇതുപോലെ വറ്റിച്ചെടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതിനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് ലോ ഫ്ലെയിമിലായിരുന്നതിന് ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമ്മുടെ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തിലോപ്പിയന ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതൊന്ന് വെന്ത് കിട്ടേണ്ട ടൈം മാത്രം മതി. ഇനി നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഗൈസ്, ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുളിമുളകും അല്ലെങ്കിൽ തിലോപ്പിയ തിളപ്പിച്ചതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നല്ലൊരു ഈസി റെസിപ്പിയാണ് ഞാനിപ്പോൾ ചെയ്തേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.